ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃശൂർ ന്യൂ ചർച്ച് റോഡിൽ മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത്തെ ബ്രാഞ്ച് ആരംഭിക്കുന്ന ഈ സന്തോഷകരമായ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഇതൊരു പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാത്രമല്ല, മലങ്കരയുടെ വളർച്ചയുടെയും ജനങ്ങളോടുള്ള വിശ്വാസത്തിന്റെ മറ്റൊരു വലിയ അധ്യായത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൈത്താങ്ങായി ഓരോ മെമ്പറുടെയും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ് മലങ്കര. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിന്റെ മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ മെമ്പർമാരുടെ വളർച്ചയാണ് മലങ്കരയുടെ വളർച്ച എന്ന കാഴ്ചപ്പാടോടെയാണ് മലങ്കര മുന്നോട്ടു പോകുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ വിവിധ സാമ്പത്തിക സേവനങ്ങൾ മലങ്കരയിൽ ലഭ്യമാണ്. പ്രോപ്പർട്ടി ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഗ്രൂപ്പ് ലോൺ തുടങ്ങിയ വായ്പാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ സാമ്പത്തിക കൂട്ടുകാരനായ ഗോൾഡ് ലോൺ ആൻഡ് ഡയമണ്ട് ലോൺ സൗകര്യവും മലങ്കരയിൽ ലഭ്യമാണ്. വായ്പ നൽകുന്നതിൽ മാത്രം മലങ്കരയുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങുന്നില്ല. ജനങ്ങളുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും ഭാവിയിലേക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി RD, FD തുടങ്ങിയ വിവിധ ഡെപ്പോസിറ്റ് സ്കീമുകളും മലങ്കര നൽകുന്നു. ഇവിടെയുള്ള ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുക, യുവാക്കളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക, സംരംഭകരെ പിന്തുടരുക, ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുക, ഇതാണ് മലങ്കരയുടെ ലക്ഷ്യം. മലങ്കരയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മെമ്പർമാരുടെയും ജനങ്ങളുടെയും വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് മലങ്കരയെ 34ാമത്തെ ബ്രാഞ്ചിലേക്ക് എത്തിച്ചത്. മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ തൃശൂർ ന്യൂ ചർച്ച് റോഡിൽ 34ാമത്തെ ശാഖയുടെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നാം കടക്കുകയാണ്. ഈ അഭിമാന നിമിഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് മേഡത്തിനെയും മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ സാറിനെയും മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ജിസോ സാറിനെയും വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിൽ സന്നിധരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നാടമുറിക്കൽ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ തൃശൂർ ന്യൂ ചർച്ച് റോഡിലുള്ള 34ാമത്തെ ശാഖയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. കൗൺസിലർ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ മേഡത്തിനെയും ചെയർമാൻ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ ജിസോ സാറിനെയും ഞാൻ നാടമുറിക്കൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കരയുടെ 34ാമത്തെ ശാഖയ്ക്ക് തുടക്കം കുറിച്ച ഈ മനോഹരമായ നിമിഷത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം ഈ ചടങ്ങിനെ കൂടുതൽ മാറ്റുകൂട്ടുന്നു. ഇനി ഈ ചടങ്ങിലെ സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നത്
മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ CEO ആയ ശിവപ്രകാശ് സാറിനെയാണ്. He is not only a CEO who manages an organization, he is a leader who inspires people, builds teams and contributes to the continuous growth and success of Malangara. With his vision, dedication and strong leadership, Malangara continues to move forward with greater confidence and ambition. So with great respect and pleasure, I invite our respected CEO, Sri Shivaprakash sir, to deliver the welcome speech. So good morning everyone. Ivada koodiyirukkum ellarukkum namaskaram. Okay. So it is very great pleasure welcome to all inauguration of our 34th CFC, that is a Customer Facilitation Center in New Puttambally, Church Road. So this give very first of all I express my sincere thanks and gratitude to our promoter Dr. Bobby Chemmanur, who's Boche, for his vision, leadership as well as continuous support. I welcome Mr. Jiso Baby, Chairman, who's presiding over this entire function. A special welcome to Sri Mr. Prasad, Deputy Manager, Trishur Corporation, who is going to join here. And special welcome to Purnima Madam, Purnima Suresh, Councillor, Trishur. I also extended warm welcome to our distinguished guest, Mr. Sunil Simon, President, Merchant Association. And Srimati Mariamma Payus, Vice Chairman, Malangara Credit Society. So Malangara it's a journey started in 2009, and today we are creating lot of milestone over here. My heartful welcome to all goes to our respected board of directors and senior management team, staff member, valued customers, business partner and media friends, on all our well wishes. Today it's a proud milestone for Malangara. We are opening the 31st Customer Facilitation Center. Customer Facilitation Center will give you the more service touch point to the customer. So today, especially the merchant whoever there in this particular area, our customer facilitation will give you the more service to the customer according to multiple product. So I am also delicate to share that our business turnover is 1,320 crore, which is a very good compared to any credit cooperative society. So we are not only a small credit cooperative society, across India, Malangara creating his footprint over there. And our wishes, our chairman wishes and overall Malangara wishes is we want to clear 1,800 crore by this financial year end. That means we are growing almost 35 to 40% YOU growing is happening. This new customer facilitation center reflect our commitment to provide better and faster service to our members. So members can come in Trishur. This is the second touch point we are creating. Our aim is Trishur itself to create 5 more touch points. That is for 5 branches or 5 CFCs where customer can easily get all the loans. We are in the multiple loans and investment product, so they can come and avail the service. Once again, I warmly welcome you. Thank you. Have a wonderful day. താങ്ക് യു സർ. ഇനി ഈ ചടങ്ങിലെ ഏറ്റവും മംഗളകരമായ ചടങ്ങുകളിലൊന്നായ ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങാണ്. ഈ സ്ഥാപനത്തിനും ഇതിലെ മെമ്പർമാർക്കും എന്നും പ്രകാശവും പുരോഗതിയും വിജയവും നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് ഈ ദീപം തെളിയിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. ആദ്യമായി തന്നെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ് മാഡത്തിനെ തിരി തെളിയിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. അടുത്ത തിരി തെളിയിക്കുവാനായി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുനിൽ സൈമൺ സാറിനെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. അടുത്ത ഭദ്രദീപം തെളിയിക്കുന്നതിനായി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട CB ജിസോ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്ത തിരി തെളിയിക്കുവാനായി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വൈസ് ചെയർമാൻ ശ്രീമതി മറിയാമ്മ പയസ് മാഡത്തിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത തിരി തെളിയിക്കുവാനായി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സിഇഒ ശിവപ്രകാശ് സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത തിരി തെളിയിക്കുവാനായി മലങ്കര ചീഫ് റവന്യൂ ഓഫീസർ കാർത്തിക് സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത തിരി തെളിയിക്കുവാനായി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഡയറക്ടർ ജ്യോതി മാമിനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജ്യോതി മാമിനെയും മേരി മാമിനെയും ഒരുമിച്ച് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദീപത്തിന്റെ ഐശ്വര്യവും പ്രകാശവും അനുഗ്രഹവും എന്നും ഈ ബ്രാഞ്ചിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാവുന്നതാണ്. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. അതിനായി ഈ ബഹുമാനപ്പെട്ട വ്യക്തിയെ ക്ഷണിക്കുന്നതിന് മുൻപ് കുറച്ചു കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ വർഷങ്ങളായുള്ള അനുഭവവും ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ശക്തവുമായ നേതൃത്വവുമാണ്. അത്തരത്തിലുള്ള അപൂർവമായ അനുഭവവും കഴിവും നേതൃത്വ പാഠവും ഒരുമിച്ച് സ്വന്തമാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. മെമ്പർമാരുടെ ഉന്നമനത്തിനും ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി അദ്ദേഹം നൽകുന്ന നേതൃത്വം മലങ്കരയുടെ വളർച്ചയ്ക്ക് വലിയ ശക്തിയാണ്. അങ്ങനെ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജിസോ സി ബേബി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിസോ ബേബി, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചെയർമാനാണ്. ഇന്ന് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലെ 2ാമത്തെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി 2009 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ക്രെഡിറ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ മെമ്പർമാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനും മെമ്പർമാർക്ക് ലോൺ കൊടുക്കാനും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം ഉള്ള കാറ്റഗറിയാണ് ക്രെഡിറ്റ് കാറ്റഗറി. 2019 ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, നമ്മളെല്ലാവരും സ്നേഹത്തോടെ ബോച്ചെ എന്ന അദ്ദേഹത്തെ വിളിക്കുന്നു. ബോച്ചെ ഈ സൊസൈറ്റിയുടെ പ്രമോട്ടറായി വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് ആകെ 532 മെമ്പർമാർ മാത്രമുണ്ടായിരുന്ന സൊസൈറ്റി ബോച്ചെ പ്രമോട്ടറായി വന്നതിന് ശേഷം ചുരുങ്ങിയ 3-4 വർഷം കൊണ്ട് ഇന്ന് കാണുന്ന തരത്തിൽ 1,70,000 പരം മെമ്പർമാർക്ക് സേവനം നൽകുവാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാറ്റഗറി സൊസൈറ്റികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-2 പ്രൊഡക്റ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് പോകുന്നതിൽ നിന്ന് വിഭിന്നമായി ഏകദേശം 28ഓളം പ്രൊഡക്റ്റുകൾ ഡെപ്പോസിറ്റ് കാറ്റഗറിയിലായിക്കോട്ടെ ലോൺ കാറ്റഗറിയിലായിക്കോട്ടെ എല്ലാത്തിലും പല വിധത്തിലുള്ള, ഉദാഹരണത്തിന് ഇന്ത്യയിൽ ആദ്യമായി
ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്ന സംവിധാനം. സ്വർണ്ണപ്പണയം എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന സംവിധാനം തുടങ്ങിയതും ഇന്നുള്ളതും ആകെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് മാത്രമാണ്. മാത്രമല്ല വെഹിക്കിൾ ലോണുകൾ, അത് പഴയ വണ്ടികൾക്കായിക്കൊള്ളട്ടെ പുതിയ വണ്ടികൾക്കായിക്കൊള്ളട്ടെ, 2 വീലറിന് 4 വീലറിന് പേഴ്സണൽ ലോണുകൾ, പ്രോപ്പർട്ടി ലോണുകൾ, അങ്ങനെ ഏകദേശം 28ഓളം പ്രോഡക്റ്റുകൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മെമ്പർമാർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 ഇന്ന് മലങ്കര സൊസൈറ്റി നടത്തുന്ന ബോർഡ് അധികാരത്തിൽ വന്നപ്പോൾ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നില്ല മലങ്കര ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1300 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്നതും ഇന്ത്യയിൽ നമ്പർ 1 സ്ഥാനത്ത് ക്രെഡിറ്റ് കാറ്റഗറി സൊസൈറ്റികളിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കാനും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. ലാഭത്തിൽ പ്രവർത്തിക്കുക മാത്രമല്ല, എല്ലാ മെമ്പർമാർക്കും ലാഭവിഹിതം വർഷാവർഷം വീതിച്ച് കൊടുക്കുകയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പുതിയ 50 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്യുവാനും കൂടുതൽ മെമ്പർമാർക്ക് സേവനം നൽകുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രാഞ്ചസ്, ഇതിപ്പോൾ 4ാമത്തെ ബ്രാഞ്ചാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മളിപ്പോൾ തുറക്കുന്നത്. അടുത്ത 3 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 9 ബ്രാഞ്ചിൻ്റെ പണികൾ, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത 3 മാസത്തിനുള്ളിൽ 9 ബ്രാഞ്ചും കൂടി തുറക്കും. 3rd ക്വാർട്ടർ ആകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ 50 പുതിയ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്റർ കൂടി ഓപ്പൺ ചെയ്യുകയും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ മാറ്റും എന്നുകൂടി ഈ ഒരു സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇത് ഒരു ബിസിനസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ മെമ്പർമാർക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് ഉതകുന്ന തരത്തിൽ ചെയ്യുക എന്ന ലക്ഷ്യം കൂടി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഗോ ഗ്രീൻ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 18,000-ഓളം വൃക്ഷത്തൈകൾ നമ്മൾ നമ്മുടെ മെമ്പർമാർക്ക് സൗജന്യമായിട്ട് ഓൾറെഡി വിതരണം ചെയ്തു കഴിഞ്ഞു. മലങ്കരയുടെ ലക്ഷ്യം 1 കോടി വൃക്ഷത്തൈകൾ സൗജന്യമായി നമ്മൾ ബിസിനസ് ചെയ്യുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈ 3 സംസ്ഥാനത്തിലും 1 കോടി വൃക്ഷത്തൈകൾ സൗജന്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. മാത്രമല്ല, ഓരോ പുതിയ ബ്രാഞ്ചുകൾ വരുമ്പോഴും ആ സ്ഥലത്ത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബ്രാഞ്ചസ് വരുന്ന സ്ഥലത്ത് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മെമ്പർമാർക്കോ അതല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കോ സാധിക്കാവുന്ന തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും മറ്റ് സഹായങ്ങളും നൽകുകയും ലോകത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു നന്മയെങ്കിലും ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യം കൂടി മലങ്കര സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു നന്മ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എക്സാമ്പിളായിട്ട് ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്. നമ്മളിവിടെ അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്, പകലാണെങ്കിൽ നമ്മൾ കൂടുതൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട്. ഈ ബൾബ് കണ്ടുപിടിച്ചപ്പോൾ ഇന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഓടിപ്പോയി പാറ്റൻ്റ് എടുക്കും. അത് സെയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് നടക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വരുമാനം കണ്ടുപിടുത്തക്കാർക്ക് കൂടി ലഭിക്കുന്ന തരത്തിലൊക്കെയാണ് സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൾബ് കണ്ടുപിടിച്ചപ്പോൾ എഡിസൺ ഓടിപ്പോയി പാറ്റൻ്റ് രജിസ്റ്റർ ചെയ്ത് ഇന്ന് നമ്മളൊക്കെ
ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ, എന്നാൽ പിന്നെ ഓരോ ആൾക്കാരും ലോകത്തിൽ ബൾബ് ഉപയോഗിക്കുമ്പോൾ അതിനൊരു രൂപ എഡിസൻ്റെ വീട്ടിലേക്കൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഫ്രീ ആയിട്ട് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായിട്ട് ആ സാധനം, ആ കണ്ടുപിടുത്തം, ആ നന്മ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലോകത്തിലെ, ഇതെന്നെ എന്ന് പറയുന്നില്ല, എന്താണെന്നും ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ ലോകത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് വളരെ വളരെ സൗജന്യമായി ഒരു നന്മയെങ്കിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ചെയ്തിരിക്കും. അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ ലക്ഷ്യമാണ്. ഇന്ന് 34ാമത്തെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ സമയത്ത് ഞങ്ങളുടെ ടീം മൊത്തം റെഡിയാണ്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഇന്ന് മുതൽ സർവീസ് നൽകാനായിട്ട് ഫുൾ ടീം മെമ്പേഴ്സ്, ബ്രാഞ്ച് മാനേജർ, ടീം അംഗങ്ങൾ എല്ലാവരും മുഴുവടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനോഗ്രേഷൻ സെറിമണികളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മുതൽ തന്നെ മുകളിൽ നമ്മൾ സർവീസ് ആരംഭിക്കുകയാണ്. ഇന്നിതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ മെമ്പർമാരും ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മറ്റ് നാട്ടുകാർ, ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ കൗൺസിലർ, പ്രത്യേകിച്ചും മീഡിയ പ്രവർത്തകർ, എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചതിനുമുള്ള എൻ്റെ പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇനോഗ്രേഷൻ സെറിമണിക്ക് ശേഷം ബ്രാഞ്ചിലേക്ക് വന്ന് എല്ലാവരും മലങ്കര സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എടുക്കാനും ഞങ്ങളുടെ എല്ലാ സർവീസുകളും അനുഭവിക്കണം, എൻജോയ് ചെയ്യണമെന്ന് കൂടി ഈ സമയത്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു എവരിബഡി. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായി മലങ്കരയുടെ 34ാമത് ബ്രാഞ്ചിൻ്റെ ആദ്യ നിക്ഷേപം സ്വീകരിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മംഗളകരമായ തുടക്കം കുറിക്കുന്നതിനായി കൗൺസിലർ തൃശ്ശൂർ കോർപ്പറേഷൻ പൂർണിമ സുരേഷ് മാഡത്തിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ആദ്യത്തെ ഡെപ്പോസിറ്റർ മിനി മാഡത്തിനെ ഞാൻ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. മലങ്കരയുടെ ആദ്യ നിക്ഷേപം, വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. ആശംസാ പ്രസംഗത്തിനായി പൂർണിമ മാഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ വേദിയിലെ അധ്യക്ഷൻ ചെയർമാൻ ശ്രീ ജിസോ ബേബി അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഡെപ്യൂട്ടി CEO ശ്രീ ശിവപ്രകാശ് അവർകൾ, മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുനിൽ സൈമൺ അവർകൾ, വൈസ് ചെയർപേഴ്സൺ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ശ്രീമതി മറിയാമ്മ പയസ് അവർകൾ, മറ്റു സന്നിഹിതരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയും ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ബോച്ചെ അവരുകൾ നിർവഹിക്കുമെന്ന് അറിയിച്ച് ഒരു 2 വാക്ക് ആശംസ പറയാനുള്ളൊരു ചടങ്ങിനാണ് ഇവിടെ ഞാൻ എത്തിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ആകെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു.
അപ്പം അതിൽ ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ തന്നെ ഈ ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം ഇത്തരത്തിലുള്ളൊരു ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായി മാറുമെന്നുള്ളത്. കാരണം ഒരുപാട് പേര് ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നതിനും അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രോപ്പർട്ടി ലോൺ തൊട്ടിട്ട് ഒരു FD അല്ലെങ്കിൽ RD വരെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബാങ്കിൻ്റെ അതേ മാതൃകയിലുള്ളൊരു സംവിധാനങ്ങളാണ് ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ലോൺ എടുക്കുക എന്ന് മാത്രമുള്ളതല്ല, അതിൻ്റെ റീപേയ്മെൻറ്റ് കറക്റ്റായിട്ട് പോയാൽ മാത്രമാണ് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കുവാനും ഇല്ലെങ്കിൽ ആ ഒരു ലാഭവിഹിതം അതിൻ്റെ മെമ്പേഴ്സിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും സാധിക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നേരിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പും അത് പക്കായിട്ട് തിരിച്ചടവ് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു സുഗമമായ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുക. അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ തന്നെ അതിനൊരു വഴിയൊരുക്കിക്കൊണ്ട് ഒരു തറോ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം അവരുടെ സ്റ്റാഫ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു 34ാമത്തെ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ തുറക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ ഒരു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യാപാര സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ തന്നെ വലിയൊരു ഉപകാരപ്രദമായിട്ട് മാറട്ടെ. കൂടാതെ ഇവരുടെ ഈ ഒരു ലാഭത്തിൽ നിന്നുള്ളൊരു വിഹിതം എടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെയും കൂടി സഹായിക്കുന്ന പ്രവർത്തനം കൂടി നടത്തി വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹിക പ്രവർത്തനം കൂടി ചെയ്യുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഇവരുടെയും അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും വളർച്ചയും നിറന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അതുപോലെ തന്നെ മലങ്കരയുടെ 34ാമത് ബ്രാഞ്ചിന്റെ ആദ്യ ഗോൾഡ് ലോൺ വിതരണം നിർവഹിക്കുന്നതിനായി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ആദ്യ ഗോൾഡ് ലോൺ കസ്റ്റമർ പ്രനീഷ് APA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ ഗോൾഡ് ലോൺ കസ്റ്റമർ പ്രനീഷ്. അടുത്തത് മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മേയർ റിലീഫ് ഫണ്ടിലേക്ക് ഒരു സ്നേഹഹസ്തം കൈമാറുകയാണ്. ഈ സ്നേഹഹസ്തം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട കൗൺസിലർ പൂർണിമ മേഡത്തിനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഈ സ്നേഹഹസ്തം മേയർക്ക് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ജിസോ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. മലങ്കര എന്നും സാമ്പത്തിക സേവനങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എന്നും മുൻതൂക്കം നൽകുന്ന ഒരു സ്ഥാപനമാണ്. മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രൊമോട്ടർ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഓരോ പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടന വേളയിൽ അർഹരായ വ്യക്തികൾക്ക് ധനസഹായം നൽകുന്ന ഒരു സ്നേഹപൂർവമായ പാരമ്പര്യം പിന്തുടർന്നു പോരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് തൃശൂർ ന്യൂ ചർച്ച് റോഡിലുള്ള ബ്രാഞ്ചിന്റെ വേളയിലും അർഹരായ വ്യക്തികൾക്ക് ധനസഹായം കൈമാറുന്നത്. ഈ സഹായം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും സന്തോഷവും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇത് നൽകുന്നതിനായി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ സാറിനെയും പൂർണിമ മാഡത്തിനെയും ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലേക്ക് അർഹരായ വ്യക്തികൾ വരേണ്ടതാണ്. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സ്ഥാപനമാണ് മലങ്കര. ഓരോ ബ്രാഞ്ച് ഉദ്ഘാടനവും സമൂഹത്തിന് ഒരു നന്മ ചെയ്യാനുള്ള അവസരമായാണ് മലങ്കര കാണുന്നത്.
സേവനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന വിശ്വാസത്തോടെ മലങ്കര എന്നും സമൂഹത്തോടൊപ്പം ചേർന്നു നിൽക്കുന്നു. കരുതലും കരുണയും കൈകോർക്കുമ്പോഴാണ് ഒരു സ്ഥാപനം ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നത്. ആ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചാണ് മലങ്കര മുന്നോട്ടു പോകുന്നത്. ജീവിതത്തിൽ ഒരു ചെറിയ കൈത്താങ്ങ് പോലും വലിയ പ്രതീക്ഷയായി മാറും. ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ വിപുലമായി തുടർന്നു കൊണ്ടുപോകാൻ മലങ്കരയ്ക്ക് സാധിക്കട്ടെ. അടുത്തത് നമ്മോട് സംസാരിക്കുവാനായി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുനിൽ സൈമൻ സാറിനെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ജിസ്കോ ബേബി, ഔപചാരികമായി ഈ ശാഖ ഉദ്ഘാടനം ചെയ്ത തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിൽ പൂർണിമ സുരേഷ്, മിസ്റ്റർ ശിവപ്രസാദ്, സഞ്ജയ് ജോർജ്, മറിയാമ്മ പിയൂസ്, വിജയ് സെബാസ്റ്റ്യൻ, മറ്റു ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അതിൻ്റെ സഹപ്രവർത്തകരെ, വിശിഷ്ട വ്യക്തികളെ, ഇതിലെ മെമ്പർമാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യത്തിൽ ഒരാശംസ പറയാനും വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചത്. എങ്കിലും ഇവിടെ വന്നപ്പോൾ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ വരാത്തത് കൊണ്ട് ചില ചടങ്ങുകളിൽ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ തൃശ്ശൂർ ജില്ലാ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. 1000 മെമ്പർമാരുള്ള വ്യാപാരി സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങളിൽ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുത്തമ്പള്ളിയുടെ പരിസരമാകെ. ആ ഒരു പരിസരത്തേക്ക് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വരവ് വളരെ അനുഗ്രഹകരമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ക്യാപ്ഷൻ ഞാൻ വായിക്കുകയുണ്ടായി: സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും പണം ഒരു പ്രശ്നമേയല്ല, ആണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ വ്യാപാരികൾക്കും അതുപോലെ തന്നെ പൊതു ജനങ്ങൾക്കും മറ്റും സൗകര്യപ്രദമായ ഒട്ടനവധി ലോണുകളും മറ്റു പല കാര്യങ്ങളും ഇവിടെ മുൻപേ ജോസ്കോ പ്രസംഗിക്കുകയുണ്ടായി. എന്തായാലും ഈ സംരംഭം 34ാമത്തെ ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഈ പുതിയ ഓഫീസ് ഏറ്റവും നല്ല ഭംഗിയായി ഈ തൃശ്ശൂരിൻ്റെ പട്ടണത്തിൽ പാറിപ്പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തത് നമ്മോട് സംസാരിക്കുവാനായി വൈസ് ചെയർമാൻ ഓഫ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മിസ്സിസ് മറിയാമ്മ മാഡത്തിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ജിസോ ബേബി സാർ, അതുപോലെ ശിവപ്രകാശ് സാർ, മേയർ, കോർപ്പറേഷൻ മേയർ ശ്രീമതി പൂർണിമ സുരേഷ്, കൗൺസിലർ പൂർണിമ സുരേഷ്, മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റ് സുനിൽ സൈമൻ സാർ, പിന്നെ നമ്മുടെ ബോച്ചെ ഇവിടെ എത്തിയിട്ടില്ല, ബോച്ചെ സഞ്ജയ് ജോർജ് ഗ്രൂപ്പ് CEO, വിജയ് സെബാസ്റ്റ്യൻ സാർ SGM മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി, പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന തൃശ്ശൂർ നഗരത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെ, മീഡിയക്കാരെ, അതുപോലെ നമ്മുടെ ഡയറക്ടർ ബോർഡിലെ എല്ലാ അംഗങ്ങളും, മലങ്കര സൊസൈറ്റിയിലെ എല്ലാ ജീവനക്കാരനെയും പ്രത്യേകം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാ നാട്ടുകാർക്കും വേണ്ടി ഉയർച്ചയിലേക്ക്, വളരെ ഉയർച്ചയിലേക്ക് എല്ലാവർക്കും വരാനുള്ള ഒരു സാമ്പത്തികമായ ഒരു സൊസൈറ്റിയാണിത്. ഇതിൽ എല്ലാവർക്കും ക്രെഡിറ്റും അതുപോലെ നിക്ഷേപങ്ങൾ വയ്ക്കാനും എല്ലാം അവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് പറയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം.
ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ മനോഹരമാക്കിയ നമ്മുടെ വിശിഷ്ടാതികളോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ചെറിയൊരു ഉപഹാരമായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സ്നേഹോപഹാരം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഇത് നൽകുവാനായി ജിസോ സാറിനെ സാദരം ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സ്വീകരിക്കുവാനായി കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ് മേഡത്തിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. അടുത്ത സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുനിൽ സൈമൺ സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് നന്ദി പ്രകാശനത്തിനായി മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സീനിയർ ജനറൽ മാനേജറും സെയിൽസ് വിഭാഗത്തിന്റെ തലവനുമായ ബഹുമാനപ്പെട്ട ശ്രീ വിജയ് സാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജീവനക്കാരെ പ്രചോദിപ്പിക്കുകയും മികച്ച പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് മലങ്കരയുടെ മുന്നേറ്റത്തിന് ശക്തി പകരുന്നത്. ബഹുമാനപ്പെട്ട വിജയ് സാറിനെ ഒരിക്കൽ കൂടി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത്തെ CFC സെൻറ്ററിലേക്ക് ഉദ്ഘാടനത്തിന് വന്ന ഏവർക്കും നന്ദി. ഇതിൽ കുറച്ച് പേർക്ക് ബോച്ചെ അതുപോലെ വേറെ കുറച്ച് വരായിരുന്ന ആൾക്കാർ കുറച്ച് അത്യാവശ്യ കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം എത്താൻ പറ്റിയിട്ടില്ല. എന്നാലും തിരക്കിനിടയ്ക്ക് വരാൻ പറ്റിയ ശ്രീമതി പൂർണിമ സുരേഷ് കൗൺസിലർ ഇവിടെ വന്ന് ചേർന്നതിന് 1000 നന്ദി. ശ്രീ സുനിൽ സൈമൺ പ്രസിഡന്റ് മെർച്ചന്റ് അസോസിയേഷൻ ഒത്തിരി തിരക്കുണ്ടായിരുന്നു, എന്നാലും അദ്ദേഹം സമയം കണ്ടുപിടുത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു, വ്യക്തിപരമായ പേരിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പേരിലും. പിന്നെ എപ്പോഴും നമ്മുടെ പില്ലറായിട്ടുള്ള ചെയർമാൻ ശ്രീമാൻ ജിസോ സി ബേബി സാർ എല്ലാ ഇതിനും നമ്മുടെ കൂടെ ഉള്ള ആളാണ്, എന്നാലും സാറും തിരക്കിലിടെ വന്നതിന് ഒത്തിരി നന്ദി. അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് മെമ്പേഴ്സ്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എല്ലാ ആൾക്കാരും ഇവിടെ സമയം കണ്ടെത്തി വരാൻ പറ്റി. അതുപോലെ മീഡിയ, ഒത്തിരിയധികം മീഡിയ വന്നിട്ടുണ്ട്, അവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ സമയത്ത്. താങ്ക് യു ഓൾ. ഒത്തിരി ജീവനക്കാർ ഈ പ്രോഗ്രാമിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മെനക്കെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കും ഒരുപാട് നന്ദി. അവരുടെ ജോലി തിരക്കിനിടയ്ക്കും കൂടെയാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഈ മഹത്തായ ചടങ്ങിൽ സന്നിധരായി ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ വിശിഷ്ടാതികൾക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും തന്നെയാണ് ഇന്നത്തെ ചടങ്ങിനെ ഇത്രയും മനോഹരവും വിജയകരവുമാക്കിയത്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എല്ലാവരും വിശിഷ്ടാതികളെല്ലാവരും മുകളിലത്തെ നിലയിലേക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
റെഡി. നമസ്കാരം. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 34ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റി ആക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ ഈ സാമ്പത്തിക വർഷത്തിൽ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്ന പുതിയ 50 കസ്റ്റമർ ഫെസിലിറ്റി ആക്ഷൻ സെന്റർ ഈ ഡിസംബർ 31 ഉദ്ഘാടനം ചെയ്ത് ബിസിനസ്സിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 25,000 കോടി ടേൺഓവറുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ മാറ്റും എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഇന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമ്പർ 1 സ്ഥാനമാണുള്ളത്. കാരണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏകദേശം 28ഓളം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. ചുരുങ്ങിയ കാലം കൊണ്ട് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ പ്രൊമോട്ടറായി വന്നതിന് ശേഷം 1300 കോടിക്ക് മുകളിൽ ബിസിനസ് ഉണ്ടാക്കാനും ഏകദേശം 1,70,000-ഓളം മെമ്പർമാർക്ക് സർവീസ് നൽകുവാനും അതേപോലെ തന്നെ തുടർച്ചയായ 3 സാമ്പത്തിക വർഷങ്ങളിൽ എല്ലാ മെമ്പർമാർക്കും ലാഭവിഹിതം നൽകുവാനും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം കൊടുക്കുന്ന എല്ലാ ലോണുകളിലും 100% റിക്കവറി ഉറപ്പുവരുത്താൻ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഓരോ സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ നിക്ഷേപ പദ്ധതികളിലൂടെയും എന്ന് വെച്ചാൽ മാസം 100 രൂപ മുതൽ ആരംഭിക്കാൻ പറ്റാവുന്ന നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെ 1 വർഷം മുതൽ 25 വർഷം വരെ കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മെമ്പർമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെഹിക്കിൾ ലോണുകൾ, 2 വീലർ, 4 വീലർ, പഴയ വണ്ടികൾക്ക്, പുതിയ വണ്ടികൾക്ക് പ്രോപ്പർട്ടി ലോണുകൾ, ഗോൾഡ് ലോണ്, പേഴ്സണൽ ലോണ്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഞങ്ങളുടെ മെമ്പർമാർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ 2,000 കോടി ടേൺഓവറാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ ഓരോ ബ്രാഞ്ച് ഇനോഗ്രേഷൻ ചെയ്യുമ്പോഴും അവിടെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിവരുന്ന പതിവുണ്ട്. അതും ഈ ഇനോഗ്രേഷൻ്റെ അവസരത്തിൽ തൃശ്ശൂർ നഗരത്തിലെ 2ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങളത് നിർവഹിച്ചു കഴിഞ്ഞു. കൂടാതെ തന്നെ ഗോ ഗ്രീൻ എന്ന പദ്ധതി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തി വരികയാണ്. 1 കോടി വൃക്ഷത്തൈകൾ സൗജന്യമായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള എല്ലാ മെമ്പർമാർക്കും സൗജന്യമായി നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഏകദേശം 17,777 ചെടി വൃക്ഷത്തൈകൾ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 1 കോടി വൃക്ഷത്തൈകൾ സൗജന്യമായിട്ട് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന് സാധിക്കും. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 5 ലക്ഷം മെമ്പർമാർക്ക് സേവനം നൽകുക എന്ന ലക്ഷ്യം കൂടി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും എല്ലാ മെമ്പർമാരോടും എല്ലാവരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മുതൽ ഈ ബ്രാഞ്ചിലെ നിക്ഷേപങ്ങൾക്കും അതുപോലെ ലോണുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഏകദേശം 8 എംപ്ലോയീസ്, ബ്രാഞ്ച് മാനേജർമാർ ഉൾപ്പെടെ റെഡിയാണ്. ഇപ്പോൾ മുതൽ സർവീസിന് റെഡിയാണ്. എല്ലാവരെയും ഈ തൃശ്ശൂർ നഗരത്തിലെ 2ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റി ആക്ഷൻ സെൻ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക, മെമ്പർഷിപ്പ് എടുക്കുക, എല്ലാ സർവീസുകളും എൻജോയ് ചെയ്യുക.